ഇന്നുണ്ടല്ലോ തുന്തുക്കുട്ടിക്ക് എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ആദ്യം തന്നെ ഇത് ഞാനൊരു കുഞ്ഞ് ജാറാണ് എടുത്തേക്കുന്നത്, കാരണം അവന് കുഞ്ഞ് ഗ്ലാസ്സിൽ മതിയല്ലോ. അപ്പം ഞാൻ നല്ല പഴുത്ത ബനാന എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ നമ്മുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ സീഡുകളും നട്ട്സുകളൊക്കെ ഇങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പൊടിച്ച് വെച്ചതല്ല, മമ്മി ഇവന് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് പൊടിച്ച് കൊടുത്തു വിട്ടതാണ് കേട്ടോ. കാരണം എനിക്കിതൊന്നും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, മമ്മി എനിക്ക് കുറച്ച് ഈ നട്ട്സൊക്കെ ഇങ്ങനെ പൗഡറാക്കി കൊടുത്തു വിടുവാണെങ്കിൽ എനിക്ക് കുറച്ച് നല്ലതാണെന്ന്. അങ്ങനെ മമ്മി റിയ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ 2 ബോക്സിലാക്കി ഇങ്ങനെ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിയാറായി. അപ്പം ഇത് സീഡിൻ്റെ പൗഡറാണ് കേട്ടോ. ഇതിനകത്ത് ചിയാ സീഡും ലോട്ടസും സൺഫ്ലവറും അങ്ങനെ കുറേ സീഡെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു 2 സ്പൂൺ ഞാൻ ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നട്ട്സ് പൗഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 1.5 സ്പൂൺ അതും ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ നമ്മുടെ നോർമൽ ഓട്സാണ് എടുത്തേക്കുന്നത്. അവന് റോൾഡ് ഓട്സും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. നമ്മളിവിടെ നോർമൽ ഓട്സ് കഴിക്കുന്നത് കൊണ്ട് അവനും നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു സ്കൂപ്പ് ഞാൻ അവന് ഓട്സ് ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 2 ഡേറ്റ്സും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴം ഒന്നെങ്കിൽ പകുതിയാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ്സ് ഇട്ടാൽ മതി. കാരണം കുറച്ച് അയണൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡേറ്റ്സ് 2 ആഡ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പഴം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞിട്ട് അതും കൂടി ഇടും. സത്യം പറഞ്ഞാൽ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് അലിഞ്ഞ് കിട്ടാൻ എളുപ്പമാണ്. ഞാൻ എപ്പോഴും മറന്നു പോകും. സത്യം പറഞ്ഞാൽ ഇവനുമായിട്ട് നടക്കുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും ഗൈസ്, അതാണ് സത്യം. അങ്ങനെ ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കേട്ടോ. ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് അടിച്ചെടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാറാണ് പതിവ്. അവൻ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആൾ ഉറക്കമാണ്. എഴുന്നേറ്റ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ഞാനിത് കൊടുക്കും. രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഇത് സ്മൂത്തി ആക്കി കൊടുക്കാം. പക്ഷേ അവന് രാവിലെ അത്ര മധുരം കഴിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഈ പഴത്തിൻ്റെയും ഡേറ്റ്സിൻ്റെയൊക്കെ ഒരു മധുരം ഉണ്ടല്ലോ, ആൾക്ക് ഈ മധുരമൊന്നും അധികം കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് ഈവനിങ്ങിലാണ് കൊടുക്കാറ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാത്രിയിൽ ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്കും ഞാൻ രാത്രിയിലത്തെ ഡിന്നർ കൊടുക്കും. അങ്ങനെ അപ്പം ഇത് നല്ലപോലെ ഞാൻ അടിച്ചെടുക്കും. കാരണം ഈ നട്ട്സൊക്കെ പൊടിച്ച് വെച്ചേക്കുന്നതാണെങ്കിൽ അതിലൊക്കെ ചെറുതായിട്ട് ഈ ഒരു കട്ട പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ആൽമണ്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാത്തേക്ക് ഉണ്ടാകും. പക്ഷെ അത് മിക്സിയിലിട്ട് ഞാൻ നല്ല രീതിക്ക് പൊടിച്ചരച്ച് കൊടുക്കും അവന് ഇതിൻ്റെ കൂട്ടത്തിലിട്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് ഗൈസ്.